ഇതിപ്പോ തുടർ ഭരണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന്? തുടർ ഭരണം എന്ന് പറയണം, അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജനങ്ങളെ സമീപിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഓഡിയോ ആണ് ഇന്നലെ പുറത്തു വന്നത്. മാത്രമല്ല UDF-ന്റെ കാലത്തേക്ക് തിരിച്ചു പോകണോ, UDF-ന്റെ കാലത്ത് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തടഞ്ഞത് എന്നുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജനങ്ങളെ സമീപിക്കാൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ്, അല്ലാതെ ഒന്നുമല്ല. ഐഡിയ ഒക്കെ എന്റെ തന്നെ. ആമുഖ സന്നദ്ധ സേവനത്തിന് സന്നദ്ധമായ ചെറുപ്പക്കാരികളെയും രജിസ്റ്റർ ചെയ്തതിനു വേണ്ടിയാണ് സേന. ആ സേന എത്ര കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു? അതേ സേന തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത്. ആ സേനക്കകത്ത് അംഗങ്ങൾ ചേരണമെന്ന് പറയാൻ എല്ലാ പാർട്ടിക്കും അധികാരമില്ലേ? കോൺഗ്രസിന് അധികാരമുണ്ട്, BJP-ക്ക് അധികാരമുണ്ട്, ലീഗിന് അധികാരമുണ്ട്, CPM-ന് അധികാരമുണ്ട്. അതിൽ ചേരുന്ന തെറ്റാണ് എന്ന് നിങ്ങൾ എന്ത് വെച്ചാൽ വ്യാഖ്യാനിക്കുന്നത്? സമൂഹത്തെ സേവിക്കാൻ പ്രത്യേകിച്ച് പ്രതിഫലം ഇച്ഛിക്കാതെ ഞാൻ സന്നദ്ധമാണ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗവൺമെന്റാണ്. അങ്ങ് പറഞ്ഞ സേനയല്ല സാർ ഈ സർവേ നടത്തുന്നത്. അങ്ങ് പറഞ്ഞ സേനയല്ല, ഈ സേന CPM-ന്റെ സേനയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ സേനയാണ് ഈ സർവേ നടത്തുന്നത്. അത് തന്നെയാണ് പ്രശ്നം. സത്യം ഞാൻ പറയുന്ന നുണയാണെങ്കിൽ തന്റെ തല എടുത്തി വിട്ട്. അങ്ങ് പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉള്ള സംഘടനയ്ക്ക് അല്ലല്ലോ ഇതിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ അനാവശ്യം പറയരുത്, നിങ്ങൾ അനാവശ്യം പറയരുത്. അതിന് വേണ്ടിയിട്ടൊക്കെ പോർട്ടലിൽ വരുന്ന പറയും. അല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല, അതിനുവേണ്ടി ഉണ്ടാക്കിയ പോർട്ടലല്ല അത്. സാമൂഹ്യ സേവന താല്പര്യമായിട്ടുള്ള ആർക്കും ചേരാം, DYFക്ക് ചേരാം, യൂത്ത് കോൺഗ്രസിന് ചേരാം, യുവമോർച്ചയ്ക്ക് ചേരാം, ആർക്കും ചേരാം. അപ്പോ ഈ സർക്കാരിന്റെ ഈ സർവേയിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടോ, BJP-ക്കാരുണ്ടോ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ? ഇപ്പൊ സർക്കാർ ഇപ്പൊ നടത്തുന്ന നവകേരള സർവേയിൽ അവരുണ്ടോ? അവരുടെ കുറ്റം ഇല്ല. നൂറുകണക്കിന് ആളുകളുണ്ട്. അല്ല, മറ്റു പാർട്ടിക്കാരുണ്ടോ? ആ നിങ്ങൾ പേര് പരിശോധിച്ച് നോക്കൂ. സംശയിക്കരുത്. സംഗതി വെളിയിലായാൽ ഞാൻ താൻ എന്റെ അളിയനും അകത്താണ്. ആരെങ്കിലും ചേർന്നില്ല. ഞാൻ ചോദിക്കുന്നത് CPM-ന് വേണ്ടി ഉണ്ടാക്കിയ പോർട്ടൽ അല്ല ഇത്. വ്യക്തമായിട്ട് ഇതിന് ഉത്തരവിൽ പറയുന്നുണ്ട്. സന്നദ്ധ സേവനം ആഗ്രഹിക്കുന്ന ഏതൊരു ചെറുപ്പക്കാർക്കും ഇതിൽ ചേരാം. പിന്നെ ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. സന്നദ്ധ പ്രവർത്തകരെങ്കിൽ അതിൽ CPM-കാർ മാത്രം പോരല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ CPM-ന് വേണ്ടിയുള്ള പോർട്ടലായി അത് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് നിങ്ങൾ പറയണം. ഇതാ കോൺഗ്രസിന്റെ അണികളല്ലേ ഈ സർവേ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കൂ. അത് കോൺഗ്രസ്സുകാരനാണ്, ഇത് BJP-കാരനാണ്, സർക്കാരിന്റെ തുടർ ഭരണത്തിന് വേണ്ടി അവരാണ് ഈ പ്രചാരണം നടത്തുന്നത് എന്ന് പറയൂ. നിങ്ങള് ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഒച്ചത്തിലെങ്കിൽ ഞാനിങ്ങോട്ട് എഴുന്നേറ്റ് പോയേക്കാം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഞാൻ പറഞ്ഞ അതിനകത്ത് ആയിരക്കണക്കിന് മറ്റു പാർട്ടിക്കാരുണ്ട്, ഒരു പാർട്ടി ഇല്ലാത്തവരുണ്ട്. നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന് എങ്ങനെയാണ് അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ആ കണക്കുകൾ പുറത്തു പറഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല 4 5 കണക്കുകളൊക്കെയാണ് റിപ്പോർട്ടുകളായിട്ട് വരുന്നത്. അപ്പൊ അതിലേക്ക് പോയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. മനോരമക്കാരൻ ഞങ്ങളെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടാ. പേടിപ്പിക്കുന്നില്ല, എന്തിനാ പേടിക്കുന്നത്? മനോരമക്കാരൻ ഞങ്ങളെ പേടിപ്പിക്കുന്നുമുണ്ട. ഞങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിന്? സുപ്രീം കോടതിയെ സമീപിച്ച് എന്താണ് ഇതിപ്പോ നികുതി പണം എടുത്ത് 20 കോടി ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു, വീണ്ടും സുപ്രീം കോടതിയിൽ പോകുമ്പോൾ വീണ്ടും നികുതി പണം എടുക്കുന്നു. ആ ദൗത്യത്തിന് പിന്നിൽ എന്താണ്? സുപ്രീം കോടതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനമൊന്നും അല്ലല്ലോ, അത് ഒരു പൊതു സ്ഥാപനമല്ലേ. ആ സ്ഥാപനത്തിൽ കേരള ഗവൺമെന്റ് പോകാൻ അധികാരമില്ലേ? ഇല്ല, നിങ്ങൾ മനോരമക്കാരൻ തീരുമാനിച്ചാൽ അധികാരമില്ല എന്നല്ല പറഞ്ഞത്. നികുതി പണം വീണ്ടും വീണ്ടും ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞു അവസാനിപ്പിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. ബോധ്യമുണ്ട്. ഇങ്ങനെ ചെലവാക്കാനാണോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ന്യായമായി ചെയ്യുന്ന ഒരു കാര്യം ഹൈക്കോടതിയിൽ ഇപ്പോ വിലക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ കേരളത്തിലെ കാര്യം തീരുമാനിക്കാൻ നിങ്ങളാരാ? അതിന് തീരുമാനിച്ചല്ലേ ഗവൺമെന്റ്. പണം എന്തോ നിങ്ങളുടേത്, ചെലവഴിക്കുന്നതോ ഞങ്ങൾ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിന്റെ പണം ചെലവഴിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റാ LDF പിണറായി വിജയൻ ഗവൺമെന്റ്. അത് CPM-ന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി ചെലവഴിക്കാനല്ല ജനങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൂടി ഓർമ്മ വേണം. പറഞ്ഞത് വളരെ കറക്റ്റ്. സേവന സന്നദ്ധ പോർട്ടലുണ്ടല്ലോ, അതുവഴി ഒരുപാട് BJP-ക്കാരും മറ്റു പാർട്ടിക്കാരും ഒക്കെ ഈ പറയുന്ന സർവേയുടെ ഭാഗമാകുന്നുണ്ട് എന്നുള്ള കാര്യം. 85 ലക്ഷം വീടുകൾ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം സഖാക്കളെ കൊണ്ട് തുടങ്ങിച്ച സർവേയാണ്. 6 ലക്ഷം വീടുകളിൽ സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് BJP-കാരുണ്ടായിട്ടുണ്ടാവുമെന്നുള്ള കാര്യത്തിനകത്ത് വലിയ സംശയമൊന്നുമില്ല. മറ്റു പാർട്ടിക്കാർ അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഈ സഖാക്കൾ വീട് കയറി സർവേ നടത്തി കഴിയുമ്പോഴാണ് തങ്ങളുടെ സർക്കാരിനെ കുറിച്ചിട്ടും തങ്ങളുടെ ഭരണത്തിനെ കുറിച്ചിട്ടും ഇത്രയും മോശമായ അഭിപ്രായമാണ് നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. മാഷ് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വളരെ കോൺട്രഡിക്ടറി ആണ്. ചർച്ച ആദ്യം മുതൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ
കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ പറയുന്ന ഒരു സർവേ അവർ ആരംഭിച്ചത്. 2031 എങ്ങനെ വികസനം ഉണ്ടാകണം എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു സർവേ ആരംഭിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. അനൂപെ, എനിക്ക് അതിനകത്ത് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർക്കാർ ഇറങ്ങിപ്പോകാൻ സമയത്തല്ലല്ലോ 5 വർഷത്തെ പദ്ധതി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കേണ്ടത്. ഇത് 2020 മുതൽ നിലനിൽക്കുന്ന ഒരു ടീമാണ് ഇത് തീർച്ചയായിട്ടും. അപ്പോൾ 2021 ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ മാസങ്ങളിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തിനകത്തോ അല്ലേ ഇങ്ങനെ ഒരു സർവേ നടത്തേണ്ടുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എന്താണ് എന്ന് മനസ്സിലാക്കി ആ വികസനത്തിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി 2026 ആകുമ്പോഴേക്കും ആ പദ്ധതികളെല്ലാം ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2021 ആരംഭത്തിലല്ലേ ഉണ്ടായേണ്ടത്. അല്ലാണ്ട് 2026 ഈ സർക്കാർ ഇറങ്ങി പോകാൻ സമയത്ത് ഇങ്ങനെ ഒരു സർവേ ടീം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഉണ്ട് മരത്തോട് ഉരുള വാങ്ങുന്നു, എണ്ണി മരത്തോട് കാശ് വാങ്ങുന്നു. കാരണന്മാർ പറഞ്ഞ വളരെ ശരിയാ. ഇവന്റെ ഒക്കെ കൂടെ ചേർന്നാൻ നിൽക്കണം, ഇന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ട്. ഇനി അദ്ദേഹം തന്നെ പറയുകയാണ് എന്താണ് CPM-ന്റെ സർക്കാർ തുടരേണ്ടുന്നതുണ്ട്. അപ്പൊ അത് തുടരാൻ വേണ്ടിയിട്ട് പറയാനുള്ള അവകാശം ഈ സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ ആ അവകാശം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറയുകയാണ്, ഈ പറയുന്ന സേവന പോർട്ടൽ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉള്ളതാണ്, അതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരെ മണ്ടന്മാരാണെന്നാണോ പ്രകാശ് മാഷ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണ്, ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് ഈ സർക്കാർ CPM-ന്റെ ഗവൺമെന്റ് തുടരേണ്ടുന്നതുണ്ട് എന്ന് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരിപ്പോ നമ്മുടെ MA ബേബി ഉൾപ്പെടെയുള്ള ആൾക്കാർ വീടുകളിൽ കയറാനും പാത്രം കഴുകാനും ഒക്കെ പോയ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അമ്പേ ഫ്ലോപ്പാണ്. CPM-ന്റെ ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത് അമ്പേ ഫ്ലോപ്പാണ്. താഴെത്തട്ടിൽ സഖാക്കൾ ആരും തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. അവർ ഈ പറയുന്ന സമ്പർക്ക പരിപാടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. കാരണം അവർക്കറിയാം വീടുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കുന്നത് നല്ല തെറിയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നല്ല ധാരണ താഴെത്തട്ടിലുള്ള സഖാക്കൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തയ്യാറാകുന്നില്ല. അപ്പൊ അതിന് പകരം ഒരു മിഷനറി ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിനെന്ത് ചെയ്യുന്നു, അവര് സർക്കാരിന്റെ തന്നെ പൈസ എടുത്തിട്ട് ഏതാണ്ട് 10-20 കോടി രൂപ 20 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മണ്ഡലത്തിലേക്ക് 140 മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിലേക്ക് മാസം ഒരു 10-30,000 രൂപ സാലറി കൊടുത്ത് ഫുൾ ടൈമർമാർ ഒരു 8-10 ഫുൾ ടൈമർമാരെ ഇട്ടാൽ പോലും ഈ പൈസ ആവില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു മിഷനറി അവർ സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അല്ലാണ്ട് വേറെ ആരും തന്നെ ഇതിന് വേണ്ടിയിട്ട് കയറാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ പാർട്ടിയുടെ കേഡർ അവരെ വെറുത്ത് കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണുള്ളത്. കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. വേല കയ്യിലിരിക്കട്ടെ ആശാനെ, ഞങ്ങൾ ഇത് കുറെ കണ്ട സംഭവമായിട്ട് അവതരിപ്പിക്കുന്നതാണ് കേരളത്തിന്റെ ദീർഘവീക്ഷണ. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ലോക കേരള സഭ ആദ്യത്തെ 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ലോക കേരള സഭ പിന്നീട് അങ്ങ് നിന്നുപോയി. അത് നിന്നു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതൊരു പരാജയമായതുകൊണ്ടായിരിക്കും. ഇതിലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഈ ലോക കേരള സഭ ഇവിടെ ഉണ്ടാക്കിയത്. പല രാജ്യങ്ങളിൽ നിന്നും പല സഖാക്കളെ ആയിട്ടുള്ള ആൾക്കാരെ ഇടത് ചിന്തകരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിലെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് മുന്തിയേന ഹോട്ടലുകളിൽ താമസിപ്പിച്ചുകൊണ്ട് ഇവിടെ ലോക കേരള സഭ നടത്തി. എന്തായിരുന്നു അതിന്റെ ഔട്ട്കം, എന്തായിരുന്നു അതിന്റെ ഔട്ട്പുട്ട്? അതുകൊണ്ട് എന്ത് ഉപയോഗമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. അതുപോലെ തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമവും. തുടങ്ങുമ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശബരിമല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എന്താ, നമ്മൾ ആരെങ്കിലും ഇതുവരെ കണ്ടോ? അപ്പോ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവരുടെ കുറച്ച് സംവിധാനങ്ങൾക്ക് കുറച്ച് കാശ് എത്തിക്കേണ്ടുന്നതുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ആഗോള അയ്യപ്പ സംഗമം മുതൽ തുടങ്ങിയതാണ് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ, ഓരോ പേരുകൾ ഇട്ടിട്ട് ഈ സംഗതിയെ കൊണ്ടുവരിക. എന്നിട്ട് അവസാനം അവരുടെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്, ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അതിനും ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഈ ധൂർത്തും ഈ കൊള്ളയടിയും പൊതുജനം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് അധിക കാലം തുടരുമെന്ന് പ്രകാശം മാഷോ ഗോവിന്ദൻ മാഷോ അല്ല പിണറായി വിജയനോ ധരിക്കേണ്ടുന്നതില്ല. ഈ സർക്കാരിന്റെ ആയുസ് എണ്ണപ്പെട്ടിട്ടുണ്ട്. 2031 നവ കേരളത്തെ കുറിച്ചിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ 2031 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇറങ്ങിപ്പോകാൻ സമയത്തും കൂടി ഈ മറ്റേ കഴുക്കോലും കൂടി ഊരിക്കൊണ്ട് പോവുക എന്ന് പറയുന്ന പരിപാടി കാണിച്ചാൽ നവകേരളം സ്വപ്നം കാണാൻ വേണ്ടി 2031 ആ കനൽത്തരിയും RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ?
നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും AI ക്യാമറ, വിഴിഞ്ഞം, ഗ്യാസ് പൈപ്പ് ലൈൻ, മലയോര ഹൈവേ, ജലപാത, കേരയിൽ, ഇവയെല്ലാം വന്നപ്പോഴും കോടതിയിൽ പോയത് സാങ്കേതികമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവും. ഞങ്ങൾക്ക് നിങ്ങൾ എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുലനുമാണ്. നിങ്ങൾക്ക് എനിക്കെതിരായിട്ട് പറയണമെന്നാണ്. പക്ഷേ 3 പേർ പറയും നിങ്ങൾ ഒന്നും ചർച്ചയിൽ ചോദിച്ചില്ലല്ലോ. മനോരമയുടെ താല്പര്യം ജനങ്ങൾക്ക് അറിയാത്തല്ല. പക്ഷേ നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. നിങ്ങൾ ഉൾപ്പെടെ 4 പേരാണ് എനിക്കെതിരായിട്ട് സംസാരിക്കുന്നത്. 4 പേർക്കാണ് ഞാൻ മറുപടി പറയുന്നത്. പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വായിക്കാരി പറയേണ്ട കാര്യം എന്താ? ഡയലോഗ് വരട്ടേറിയായിരിക്കും. ഇവിടെ ജനങ്ങളെ ഇതുപോലെ മുഖവിലക്കെടുത്ത മറ്റൊരു ഗവൺമെന്റ് ഉണ്ടോ കേരളത്തിൽ? ഓരോ കൊല്ലവും ഇവിടെ വെക്കുന്ന പ്രകടന പത്രികയുടെ മേലെ ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരൊറ്റ ഗവൺമെന്റ് പറയട്ടെ. ഇപ്പോ പറഞ്ഞ ലോക കേരള സഭ, സുഹൃത്തെ, ഇപ്പോഴും അതുണ്ട്. അത് ഇല്ലതായി പോയിട്ടൊന്നുമില്ല. ലോക കേരള സഭ എല്ലാ കൊല്ലവും നടക്കുന്നുണ്ടല്ലോ. ഈ കൊല്ലം നടന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്താ അറിയാത്തത് എനിക്കറിയില്ല. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണം? ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള അധികാരം കൂടിയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത്. അത് സ്വാഭാവികമായി ഇങ്ങനെ സർവേക്ക് ആണെങ്കിൽ സർവേക്ക്, അത് കോടതി തടഞ്ഞാൽ അടുത്ത കോടതിയിലേക്ക് പോകാൻ അതൊക്കെ ഉപയോഗിക്കാനുള്ള അധികാരം ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്റെ വർത്തമാനത്തെ വ്യാഖ്യാനിക്കരുത്. നിങ്ങളുടെ വർത്തമാനം നിങ്ങളുടെ വായിൽ പറയണം, എന്റെ വായിൽ തിരികരുത്. ഇവിടെ തുടർഭരണം ഇല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വികസന തുടർച്ച ഉണ്ടാകില്ല. ഈ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതാകും. ഇപ്പോൾ പുതിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്, ഇതിന്റെ കാലത്തേക്ക് തിരിച്ചു പോകണോ? അപ്പോ അത് തന്നെയാണ് ലക്ഷ്യം. അത് നിങ്ങൾക്ക് ചില്ലറ കുഴപ്പമല്ല ഉണ്ടാക്കുക. ഞാൻ നിങ്ങളെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ അന്യായം സംസാരിക്കാൻ പറ്റില്ല. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഞാൻ പറഞ്ഞ 2 കാര്യമാണ്. ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വക മാറ്റിയത് അത് നിയമസഭയ്ക്ക് അംഗീകരിക്കാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ ഒരു മേഖലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ച സംഖ്യ മറ്റൊരു മേഖലയ്ക്ക് വേണ്ടി മാറ്റാൻ അധികാരമുണ്ട്. അതാണ് പറഞ്ഞത്. അല്ല, എന്തും ചെയ്യാൻ ഞാൻ പറഞ്ഞു. പ്രകാശ് മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. PRD ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന് അതാത് ഗവൺമെന്റുകൾ ചെയ്യുന്ന സ്കീമുകൾ ജനങ്ങളിലേക്ക് വ്യാപകമായി പ്രചരണം നടത്തുന്നതിനുള്ള അവകാശമുണ്ട്. അത് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നുണ്ട്, പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നുണ്ട്, MK സ്റ്റാലിൻ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഗവൺമെന്റുകൾക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് പ്രകാശ് മാഷെ. പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പബ്ലിസിറ്റി എന്ന് പറയുന്നത്, ഈ കൊടുക്കുന്നത് എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്കീംസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്കീം. ഈ സ്കീമിന് വ്യാപകമായിട്ട് പ്രചരണം കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു സ്കീം എത്തണം. ആ സ്കീമിനെ കുറിച്ചിട്ട് അറിവില്ലാത്തവർക്ക് തങ്ങൾക്ക് അത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെയും സഹായമില്ലാതെ തന്നെ ഇത് നേരിട്ട് ഈ വിവരങ്ങൾ തങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്കീമുകളുടെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുന്നു. ഇപ്പോൾ ഉദാഹരണം, കേരള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ സ്കീം. ഇത്ര രൂപ ഇത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് അറിയാൻ കഴിയണം. അതിന് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആ സ്കീമിന് അർഹനാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പോയി അത് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനാണ് നമ്മൾ ഈ പറയുന്ന PRD ഡിപ്പാർട്ട്മെന്റ് വിവിധ തരത്തിലുള്ള ഗവൺമെന്റ് സ്കീമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് വളരെ എക്സ്പ്ലിസിറ്റ്ലി ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണമാക്കി മാറ്റരുത്. പ്രകാശ് മാഷ് ഇത്രയും നേരം സംസാരിച്ച ഈ വിഷയം ഉണ്ടല്ലോ, ഈ ചർച്ച മാത്രം റെക്കോർഡ് ചെയ്ത് സുപ്രീം കോടതി കൊണ്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, നിങ്ങളുടെ സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ PRD ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതുമായിട്ട് സുപ്രീം കോടതിയിൽ പോവുക? അതിൽ തന്നെ കേരളം കാണുന്ന വാർത്ത എന്ന് പറയുന്നത് നിങ്ങളുടെ സൈബർ ടീമിലെ ആൾക്കാർ ഒന്നൊന്നായിട്ട് രാജിവെച്ച് പോകുന്നു എന്നൊക്കെ ഉള്ള തലത്തിലാണ്. അപ്പോ നുണ പറഞ്ഞ് മടുത്തു നിങ്ങളുടെ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ. വേറൊരു തൊഴിലുമില്ലേ, കോമാളിത്തരം കാണിച്ചോണ്ട് നടക്കുന്നു. ചേട്ടൻ അത് മാത്രം പറയരുത്. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. Yeah.